സംസ്ഥാനത്ത് ഇനി 5 സ്റ്റാർ ബാറുകൾ മാത്രം. പൂട്ടിയ 418 ബാറുകൾ തുറക്കേണ്ടെന്നും ശേഷിച്ച 312 ബാറുകൾ കൂടി പൂട്ടാനും UDF തീരുമാനിച്ചു. ഓരോ വർഷവും 10% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടാനും ഞായറാഴ്ചകളിൽ മദ്യവിൽപ്പന ഇല്ലാതാക്കാനും UDF സർക്കാരിനോട് ശുപാർശ ചെയ്തു. 10 വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് UDF തീരുമാനം. ഇനി മുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായിരിക്കും പ്രവർത്തനാനുമതി. 418 ബാറുകൾക്കും തുറന്നു പ്രവർത്തിക്കുന്ന 312 ബാറുകൾക്കും പ്രവർത്തിക്കാൻ അനുമതി നൽകേണ്ടെന്നും UDF തീരുമാനിച്ചു. ഞായറാഴ്ചകൾ ഡ്രൈ ഡേ ആയിരിക്കും. മദ്യരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് പുതിയതായി ലൈസൻസ് നൽകില്ലെന്ന് UDF തീരുമാനിക്കുകയും ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം അനുമതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ നയം നിലവിലുള്ള 5 സ്റ്റാർ അല്ലാത്ത എല്ലാ ഹോട്ടലുകൾക്കും ഒരുപോലെ ബാധകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പുതിയതായി തുടങ്ങില്ല. ഇനി ഓരോ വർഷവും 10% ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുന്നതാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന 312 ബാറുകളുടെ കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും നടപടി. ലൈസൻസ് ഫീ 1 വർഷത്തേക്ക് സ്വീകരിച്ച സാഹചര്യത്തിൽ പൂട്ടിക്കാനാകുമോ എന്നതാണ് പരിശോധിക്കുക. UDFന്റെ ശുപാർശകൾ യോഗത്തിന് ശേഷം സർക്കാരിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എന്നാൽ പുതിയ നയത്തിനനുസരിച്ചാകും സർക്കാർ ഇനി മുതൽ പ്രവർത്തിക്കുകയെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു പറഞ്ഞു. നിയമപരമായ കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതേസമയം സർക്കാരിന്റെ മദ്യനയം തട്ടിപ്പാണെന്ന് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ആരോപിച്ചു. എതിർപക്ഷത്തെ മറികടക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളുമായിട്ടായിരുന്നു മദ്യനയം ചർച്ച ചെയ്ത UDF യോഗം പുരോഗമിച്ചതും. മുഖ്യമന്ത്രി ഒടുവിൽ ഇതുവരെ ഇക്കാര്യത്തിൽ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് ഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ച് വിമുക്തമായ ഒരു കേരളം എന്ന ആശയത്തിലേക്ക് പോകുന്ന നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ അവതരിപ്പിച്ചത്. എ ഗ്രൂപ്പ് യോഗത്തിൽ തയ്യാറാക്കിയ പദ്ധതികൾ രമേശ് ചെന്നിത്തലയും PP തങ്കച്ചനുമായി ചർച്ച ചെയ്തിരുന്നെങ്കിലും VM സുധീരനിൽ നിന്ന് മറച്ചുവെച്ചു. മുഖ്യമന്ത്രിയുടെ നീക്കം മനസ്സിലാക്കാതെയായിരുന്നു സുധീരൻ യോഗത്തിൽ സംസാരിച്ചത്. മദ്യലോബിയുടെ ആളുകളാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവരെന്ന് പാർട്ടിയിലെ മറുപക്ഷം പ്രചരിപ്പിക്കുന്നുവെന്ന പരാതി എ ഗ്രൂപ്പുകാർക്കുണ്ടായിരുന്നു. ഇതിനെ മറികടക്കുന്നതിന് തന്ത്രങ്ങൾക്കായി ഇന്നലെ ക്ലിഫ് ഹൗസിൽ ചേർന്ന ഗ്രൂപ്പ് യോഗമാണ് മദ്യനയത്തിലെ പുതിയ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. UDF കൺവീനർ PP തങ്കച്ചനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി മുഖ്യമന്ത്രി പുതിയ നിർദ്ദേശങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ KPC അധ്യക്ഷൻ സുധീരനെ ഒന്നും അറിയിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ അറിയാതെ യോഗത്തിനെത്തിയ സുധീരനാണ് ആദ്യം സംസാരിച്ചത്. അടച്ചുപൂട്ടിയ 418 ബാറുകൾ തുറക്കേണ്ടെന്നത് പാർട്ടി നയമാണെന്ന് സുധീരൻ പറഞ്ഞു. പിന്നീട് സംസാരിച്ച രമേശ് ചെന്നിത്തല പൂർണ്ണ മദ്യനിരോധനവും ചർച്ച ചെയ്യാമെന്ന അഭിപ്രായം മുന്നോട്ട് വച്ചു. കക്ഷി നേതാക്കളായ KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും ബാറുകൾ തുറക്കേണ്ടെന്ന സുധീരന്റെ നിലപാടിനെ പിന്തുണച്ചു. ഗുജറാത്തിലെ മദ്യനിരോധനം പരാജയമാണെന്നും ഈ സാഹചര്യത്തിൽ മദ്യനിരോധനം ഗുണം ചെയ്യുമോ എന്ന് കൂടുതൽ പരിശോധിക്കണമെന്നും ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു. സുധീരന്റെ അഭിപ്രായത്തോടുള്ള കക്ഷി നേതാക്കളുടെ പ്രതികരണത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഊഴം. സുധീരനെ തീർത്തും കടത്തിവെട്ടുന്ന തരത്തിൽ എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി യോഗത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. UDF കൺവീനർ വാർത്താസമ്മേളനം നടത്തുന്ന പതിവ് രീതി വിട്ട് മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളെയും കണ്ടു. മദ്യനയം വിശദീകരിച്ച് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോഴും ഒപ്പമിരുന്ന സുധീരന്റെ മുഖത്ത് തോറ്റവന്റെ മുഖഭാവം പ്രകടമായിരുന്നു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ KPCC ജനറൽ സെക്രട്ടറി M ലിജു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ബാർ ഹോട്ടൽ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സുനിൽകുമാർ എന്നിവരാണ് നേരിട്ടുള്ളത്. ആദ്യം ശ്രീ സുനിൽകുമാർ, കേരളത്തിൽ ഏതാണ്ട് ബാർ വ്യവസായം എന്നത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഏതായാലും സമ്പൂർണ്ണ മദ്യനിരോധനം പ്രാവർത്തികമല്ല ഈ തീരുമാനത്തിലെങ്കിൽ പോലും ബാർ വ്യവസായം എന്നത് ഏതാണ്ട് തീരുന്ന ഒരു സാഹചര്യം ഇത് സൂചിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബാർ മുതലാളിമാർക്ക് ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പിന്നാലെ പരക്കം പായേണ്ടി വരും? യഥാർത്ഥത്തിൽ ഇവിടെ മദ്യ ഉപയോഗം കുറയ്ക്കുകയാണോ അതോ ബാർ നിരോധിക്കുകയാണ്? ഇത് ഏതാണ് ഇവിടുത്തെ വിഷയമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ്. കാരണം ഞാൻ എൻ്റെ കണക്കുകൾ വ്യക്തമാക്കി പറഞ്ഞു തരാം. മാർച്ച് മാസത്തിൽ 418 ബാറുകൾ അടച്ചുപൂട്ടിയതിന് ശേഷം കേരളത്തിൻ്റെ IMFLൻ്റെ കച്ചവടത്തിൽ ഏപ്രിൽ മാസത്തിൽ 3.6 കുറയും, മെയ് മാസത്തിൽ 3.55 ആണ് കുറവ് വന്നത്. ജൂൺ മാസത്തിൽ വീണ്ടും അത് വർദ്ധിച്ചു. ഈ 2 മാസത്തെ കുറവെന്ന് പറയുന്നത് ഏപ്രിൽ മാസം മുതൽ
മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിക്കും എന്ന് വന്നതുകൊണ്ട് മാർച്ച് മാസത്തിൽ കൂടുതൽ മദ്യം വാങ്ങി വെച്ചു എന്നുള്ളത് കൊണ്ടാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതിൻ്റെ ഈ വാങ്ങുന്ന ബെവറേജ് ഗോഡൗണിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ അളവിൽ കുറവ് വന്നിട്ടുള്ളത്. അല്ലാതെ മദ്യ ഉപയോഗത്തിൽ 418 ബാറുകൾ പൂട്ടിയതിൻ്റെ പേരിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇനി ഈ ബാറുകൾ കൂടെ പൂട്ടുന്നത് കൊണ്ട് എവിടെയാണ് നഷ്ടം വരുന്നത്? ഗവൺമെൻറ്റിന് ഒരു പൈസയുടെ നഷ്ടം വരുന്നില്ല. അതേ സമയത്ത് ഇതുവഴി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള വ്യവസായികൾ നശിച്ചു പോവുകയാണ്. കാര്യം ഇന്ന് ബാറുകളിൽ കഴിച്ചിരുന്ന ആളുകൾ നാളെ ഇതേ ആളുകൾ തന്നെ നാളെ ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിൽ പോയി ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇതിനേക്കാൾ കൂടുതൽ സാധനം വാങ്ങി കഴിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇന്നൊരു തൊഴിലാളി ഒരു ഹോട്ടലിൽ വന്ന് 2 പെഗ് കഴിച്ചിട്ട് അവൻ വീട്ടിൽ പോകുന്നെങ്കിൽ നാളെ അവൻ 2 പെഗിൻ്റെ സ്ഥാനത്ത് അവൻ ഒരു പൈൻറ്റ് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ പൈൻറ്റ് വാങ്ങുന്നതെന്ന് മാത്രമല്ല, അവൻ 5 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ ഇന്നത്തെ ക്യൂ തന്നെ 2 മണിക്കൂർ നിന്നാലും ഒരു പൈൻറ്റ് കുപ്പി കിട്ടത്തുള്ളൂ. അത്തരം ആശങ്കകൾ ഇതേ സ്ഥാനത്ത് 4 മണിക്കൂർ നിന്നാലും ഒരു കുപ്പി വാങ്ങിക്കാൻ കഴിയുള്ളൂ. ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കുട്ടികളും എല്ലാവരും കാണത്തക്ക രീതിയിലാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് കുട്ടികളുടെയും വീട്ടുകാർക്കിടയിലും ഇത് മദ്യാസക്തി കൂട്ടുകയുള്ളൂ. അതുപോലെ ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ആ ആശങ്കയാണോ നിങ്ങളുടെ വ്യവസായം നിന്ന് പോകുന്നത്? ഞങ്ങളുടെ വ്യവസായം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഈ UDF ഗവൺമെൻറ് വരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന നയമുണ്ട്. ഞങ്ങൾ 3 സ്റ്റാർ ആക്കും, 4 സ്റ്റാറിലേക്ക് ലിമിറ്റ് ചെയ്യും, പിന്നെ അത് 5 സ്റ്റാറിൽ എന്ന് പറഞ്ഞാൽ ഇത് 3ഉം 4ഉം 5ഉം നിരോധിക്കുമെന്നല്ല പറഞ്ഞത്. ആ വർഷങ്ങളിൽ എത്ര കൊടുത്തിരിക്കുന്നോ അത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം അടച്ചുപൂട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പൈസ മുടക്കി ഈ വ്യവസായം ചെയ്യാൻ മുന്നോട്ട് വരില്ലായിരുന്നു. താങ്കൾക്ക് എത്ര ബാറുകളാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ പ്രതിനിധീകരിക്കുന്ന അസോസിയേഷൻ്റെ മൊത്തം മെമ്പർമാർ ഞങ്ങളുടെ ഒരു 10-20,000 കോടി രൂപയോളം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വ്യവസായത്തിൽ ഈ 20,000 കോടി രൂപ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ഞങ്ങളെടുത്ത് വ്യവസായം നടത്തുന്നവരാണ്. ഇതൊരു തരം വല്ലാത്ത ചതിയായി പോയി സർക്കാർ ചെയ്തത്. അല്ല, ഞങ്ങൾ സമ്പൂർണ്ണ മദ്യ നിരോധനം ഞങ്ങൾ അംഗീകരിക്കാം. ഞങ്ങൾ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ അംഗീകരിക്കും. സമൂഹ നന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാൻ. ഇതുകൊണ്ട് എവിടെ കുറവ് വരുന്നു? ഞാൻ ചോദിച്ചത് അത് സുനിൽ നേരത്തെ സൂചിപ്പിച്ചു. ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. ഇതുകൊണ്ട് നഷ്ടപ്പെടുന്ന 2 കൂട്ടരും മാത്രം. ഞങ്ങൾക്കൊരു 10-20,000-30,000 കോടി രൂപ മുടക്കി ഞങ്ങൾ വഴിയാധാരാകുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന നേരത്തെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഏകദേശം 418 ബാറുകൾ അടയ്ക്കുമ്പോൾ 10-25,000 തൊഴിലാളികൾ വഴിയാധാരമായി. ഇനി ഒരു 10-30,000-40,000 തൊഴിലാളികളുടെ വഴിയാധാരം. ഈ ഇവരെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. അത് യൂണിയൻകാർ പറയേണ്ടത്, ഞാൻ പറയേണ്ടത്. എന്നാലും ഞാൻ പറയുകയാണ്, ഇവരെല്ലാം വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളാണ്. ഇവരെല്ലാം ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സായി പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. ഇന്ന് ഈ അടച്ചുപൂട്ടാൻ പോകുന്ന ബാറുകളിലെല്ലാം തന്നെ പ്രവൃത്തി ചെയ്യുന്നവർ. ഇവർക്ക് ആര് ജോലി കൊടുക്കും? ലിജു, ഇത് ഇനി വരുന്ന ദിവസങ്ങൾ മുതൽ കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന സർക്കാരിന് മുമ്പിൽ ഒരു പ്രശ്നമാണ്. മുഖ്യമന്ത്രി അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിയമപരമായ പല പരിമിതികളുമുണ്ട്, പൂട്ടിയതിൽ തന്നെ പലതും തുറക്കേണ്ടതുണ്ട്. തുറന്നു പറഞ്ഞിരുന്നു ഈ പ്രായോഗിക യാഥാർത്ഥ്യങ്ങൾ. ആ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇരുട്ടി വെളുക്കുമ്പോൾ 2 മണിക്കൂർ നീണ്ടൊരു യോഗം തീരുമ്പോൾ സമ്പൂർണ്ണ മദ്യ നിരോധനവാദിയായി നിങ്ങളുടെ പ്രസിഡന്റിനെ പോലും കടത്തിവെട്ടുന്ന നിലയിലേക്ക് നിലപാട് മാറ്റുന്നത്. എവിടെയാണ് മുമ്പ് പറഞ്ഞ പ്രായോഗികതയ്ക്ക് അപ്പോൾ യുക്തിസഹമായൊരു സാധ്യതയുണ്ടായിരുന്നത്? ഈ തർക്കത്തിനനുസരിച്ച് ആരും ക്രെഡിറ്റ് അടിച്ചു കൊണ്ടുപോകേണ്ട എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി കാര്യങ്ങളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നോ? ഒരിക്കലുമല്ല. മദ്യവർജനം എന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തന പദ്ധതിയാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, മദ്യനിരോധനം എന്നതിലൂടെ നടപ്പിലാക്കി മദ്യത്തിൻ്റെ വരുമാനം തന്നെ വേണ്ട എന്ന് വെക്കുവാൻ താൻ തയ്യാറാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ താൻ തയ്യാറാണെന്ന നിലപാട് അദ്ദേഹം മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതേ അദ്ദേഹമാണ് പറഞ്ഞത് 418 പൂട്ടിയതിൽ തന്നെ ഗുണനിലവാരം പരിശോധിക്കാം കോടതിയിൽ പറഞ്ഞതാണ്. അതിനൊരു കമ്മിറ്റി വന്നു, പ്രായോഗികമായി അതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 312 കൂടി ഇതാ പിടിച്ചോ പൂട്ടിക്കോ എന്ന മട്ടിലല്ലേ പോയത്? മദ്യവർജനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മദ്യലഭ്യത ഇല്ലാതാക്കണ്ടേ? ബാറുകൾ തുറന്നുകൊണ്ട് നമുക്ക് മദ്യവർജനം നടപ്പിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്ന പ്രായോഗിക വാദം തെറ്റായിരുന്നു എന്നല്ലേ എൻ്റെ സൂചന? ശരത്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. മദ്യവർജനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മദ്യത്തിന് ലഭ്യത ഇല്ലാതാക്കണം. മദ്യത്തിന് ലഭ്യത ഇല്ലാതാക്കണമെങ്കിൽ പരമാവധി ബാറുകൾ അടച്ചിടണം. അത്തരം ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എത്തിയിരിക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ നിലപാടിലെത്തിയത് വലിയ ചർച്ചകളിലൂടെയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തി, പൊതുസമൂഹവുമായി ചർച്ച നടത്തി, വിവിധ തലത്തിൽ ചർച്ച എത്തിയപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ അതാണ്. അതൊരു നല്ല തീരുമാനമാണ്.
വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മദ്യ ലഭ്യത കുറയ്ക്കുവാൻ. കാരണം ഇത് ബാർ മാത്രമല്ല, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടി ഘട്ടം ഘട്ടമായി നിർത്തിക്കൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് നിർത്തണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹം. പക്ഷേ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് അവരുടെ പുനരധിവാസം ഉൾപ്പെടെ പ്രശ്നമായതുകൊണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റ് 10% കുറയ്ക്കാൻ തീരുമാനിച്ചു. നല്ലൊരു തീരുമാനമാണ്, അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി, ലിജു പറഞ്ഞതിലൊരു ശ്രദ്ധേയമായ വാചകമുണ്ട്. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രി മുൻപെടുത്തിരുന്ന നിലപാടും കേരളം കണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഇന്നത്തെ UDF യോഗത്തിൽ പക്ഷേ ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു, ഏകകണ്ഠമായി അത് അംഗീകരിക്കപ്പെടുന്നു. വളരെ സമർത്ഥമായ നീക്കങ്ങൾ, സർക്കാരിൻ്റെ ഒരു വ്യത്യസ്തമായ നിലപാടായി തന്നെ ഇന്ന് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നു. എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ലിജു പറഞ്ഞതുപോലെ ആ ഒരു നിലപാടിലേക്ക് എത്തിയത്? ഈ മദ്യവർജനം കോൺഗ്രസിൻ്റെ കർമ്മപദ്ധതിയാണെന്നും പറഞ്ഞുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരിയാകുന്നത്. നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തായതുകൊണ്ട് ഇപ്പം അതിനേക്കാൾ വലിയൊരു തീരുമാനം വന്നിരിക്കുന്നതുകൊണ്ട് ഞാനതങ്ങ് വിടുക. അല്ലെങ്കിൽ ഞാൻ ലിജുവിന് അതിന് ഒരു മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ നല്ല സുഹൃത്തിന്. ഈ മദ്യത്തിൻ്റെ ഒരു ലഭ്യത കുറച്ച് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം, ഈ തീരുമാനത്തോട് ഞാൻ 100% യോജിക്കുക, സർവാത്മന യോജിക്കുക, യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ന് ഇപ്പം ലിജു പറഞ്ഞു പല പല ചർച്ചകളിലൂടെ ഉമ്മൻചാണ്ടി ഈ നിലപാടിലേക്ക് വന്നു. അപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഉമ്മൻചാണ്ടി കാര്യത്തിലെടുത്തൊരു നിലപാടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് ഇപ്പം ഇതിന് മുമ്പ് ദിവസം ചില KPCCയിൽ ഒരു ചർച്ച നടന്നു. അതെല്ലാവരും കൂടെ കൂടി KPCCയുടെ തീരുമാനമാക്കി. പൊതു അഭിപ്രായം അതിനെ അങ്ങ് തീരുമാനമാക്കി. പിന്നെ ലീഗ്, ഞാൻ ലീഗ് നിലപാടെടുത്തതിനെ കുറ്റപ്പെടുത്തില്ല. കാരണം ലീഗ് പണ്ട് മുതലേ അവർ മദ്യം ഹറാമാണ് അവർക്ക്. സ്വാഭാവികമായിട്ടും ലീഗിൽ മദ്യപിക്കാത്തവരുണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു, പക്ഷേ അവർക്കത് ഹറാമാണ്. കേരള കോൺഗ്രസ് പെട്ടെന്ന് മദ്യവിരുദ്ധരായി. കേരള കോൺഗ്രസിൻ്റെ കമ്മിറ്റി കൂടിയിട്ട് സമ്പൂർണ്ണ മദ്യനിരോധനം എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റ് പാവം ജനതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരും കൂടി. രണ്ട് പാവപ്പെട്ട പാർട്ടികൾ RSPയും ഷിബു ബേബി ജോണും ഗുജറാത്തിൽ ഇത് പരാജയമാണെന്നൊക്കെ പറഞ്ഞു നോക്കി. RSP അല്ല, അവർക്ക് വലിയ വോയിസ് ഇല്ല, അവർ മാത്രമേ ഇതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കാതിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വരുമ്പോഴത്തേക്ക് എന്താ, സകലരും കൂടെ ചേർന്നിട്ട് ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരുമെന്നൊക്കെ ഉള്ളൊരു തോന്നലിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ധാരാളം പ്രസംഗ മത്സരങ്ങളൊക്കെ നടന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ആൾ സമർത്ഥനായതുകൊണ്ട് ബുദ്ധിമാനായ ഉമ്മൻചാണ്ടി ഇതെല്ലാം എഴുതിയല്ല DTP തയ്യാറാക്കിക്കൊണ്ട് വരുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അതവിടെ അവതരിപ്പിക്കുന്നു. പിന്നെ ഇത് 418 ബാർ വേണ്ടാന്ന് പറഞ്ഞ് വാദിച്ചൊരിക്കലേക്ക് 312 കൂടെ എടുത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് അതിനെ എതിർക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ച് കാണത്തില്ല. പക്ഷേ ഏതായാലും അങ്ങനെ വരുന്നു. കാരണം ഇത് അത്രത്തോളം അദ്ദേഹം പ്രീ പ്ലാൻ എന്നറിയാൻ കാരണം വെച്ചാൽ അടുത്ത നിമിഷത്തിൽ നമുക്കിതിൻ്റെ പിന്നെ നെറ്റിൽ നമ്മുടെ ഇമെയിലിൽ ഈ സാധനം വരിക, ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ. അതായത് യോഗ തീരുമാനം തയ്യാറാക്കി അതിനൊരു മിനിറ്റ്സ് ഉണ്ടാക്കി അത് DTP എടുക്കാനൊന്നും സമയമില്ല, അതിനു മുമ്പ് വന്നു കഴിഞ്ഞു. കാരണം ഇത് തയ്യാറാണ്, അദ്ദേഹം തയ്യാറായിക്കൊണ്ട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനകത്ത് പിന്നെ സുധീരനെടുത്ത നടപടികളെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ കോൺഗ്രസ് UDF എടുത്ത ഈ ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നതാണ്. ഈ ഗവൺമെൻറ് എടുത്ത ഏറ്റവും മണ്ടൻ തീരുമാനമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. നാളെ കേരളം അതിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വാസ്തു ഇതെല്ലാം നന്നായി തിരിച്ചറിയാൻ സാധ്യതയുള്ള ആളല്ലേ? അതെ, തീരുമാനിച്ചവർക്കെല്ലാം അറിയാം. തീരുമാനിച്ച മുഖ്യമന്ത്രിക്കാണേലും കൂടെ ഇരുന്ന ധനകാര്യമന്ത്രിക്കാണേലും KPCC പ്രസിഡന്റാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഒരു വരുമാനമൊന്നും കുറയാൻ പോകില്ല. ഇവർ പറഞ്ഞെന്താ, മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നു എന്നല്ലേ. മദ്യരഹിത കേരളം എന്ന മുദ്രാവാക്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു ചുവട് പോലും വയ്ക്കുന്നില്ല. കാരണം ഇവിടെ മദ്യത്തിൻ്റെ ലഭ്യത കുറയുന്നില്ല. ഇപ്പോൾ എത്ര ബിവറേജസ് ഔട്ട്ലെറ്റുകളുണ്ടോ ആ ഔട്ട്ലെറ്റുകളെല്ലാം മദ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് കുറേ ബാറുകൾ അടയ്ക്കുക. അതായത് സുനിലിൻ്റെ ഒരു തിയറി ഉണ്ട്, അതായത് ഒരു ബിവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിയാൽ അത് 7 ബാർ പൂട്ടുന്നതിന് തുല്യമാണ് എന്ന് സുനിൽ ഒരു ചർച്ചയിൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ കേരളത്തിൽ എത്തുന്ന, ഇപ്പൊ കേരളം ബിവറേജ് വഴിയാണല്ലോ, കേരളത്തിൽ എത്ര ലിറ്റർ മദ്യം എത്തുന്നുണ്ടോ അത്രയും ലിറ്റർ മദ്യം എത്താൻ പോവുകയാണ്. സംഭവിച്ചത് പാവപ്പെട്ടവരല്ല, ഇടത്തരക്കാരായ ആളുകൾ മദ്യപിക്കാൻ പറ്റുന്നില്ല. അവർക്ക് 5 സ്റ്റാറിലേക്ക് ഇനി പോകേണ്ടി വരുന്നു.